അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1411, സൂറത്തുർ റഅദ് 25-26 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك لهم اللعنة ولهم سوء الدار. الله يبسط الرزق لمن يشاء ويقدر وفرحوا بالحياة الدنيا وما الحياة الدنيا في الآخرة إلا متاع. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. والذين ينقضون عهد الله, അള്ളാഹുവിന്റെ കരാറിനെ പൊളിച്ചു കളയുന്ന ആളുകൾ, മിൻബഅദി മീസാഖിഹി, അതിനെ അള്ളാഹു ഉറപ്പിച്ചതിന് ശേഷം, വയഖതഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ, ചേർക്കപ്പെടാൻ അള്ളാഹു തആല കൽപ്പിച്ചിട്ടുള്ള ബന്ധങ്ങളെ മുറിച്ചു കളയുകയും ചെയ്യുന്ന ആളുകൾ, വയുഫ്സിദൂന ഫിൽ അർളി, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ, ഉലൈക ലഹുമുൽ ലഅനത്തു, അവർക്കാകുന്നു പടച്ച തമ്പുരാന്റെ ശാപം, വലഹും സൂഉദ്ദാർ, അവർക്ക് വളരെ മോശമായ ഭവനവുമാണ് പരലോകത്തുണ്ടാവുക. അല്ലാഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമാക്കും, വയഖദിർ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അത് കുടുസാക്കുകയും ചെയ്യും. വഫരിഹൂ ബിൽ ഹയാത്തിദ് ദുനിയ, ഭൗതിക ജീവിതം കൊണ്ട് അവർ സന്തോഷിക്കുന്നു. ഒമൽ ഹയാത്തുദ് ദുനിയ ഫിൽ ആഖിറത്തി ഇല്ലാ മതാ, എന്നാൽ പരലോക ജീവിതത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് ഏതാനും ഉപഭോഗവും സുഖവും മാത്രമാണ്, അഥവാ അതിനൊരു സ്ഥായി ഭാവമില്ല എന്നർത്ഥം. വിശുദ്ധ ഖുർആനിൽ കഴിഞ്ഞ കുറെ സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിരാക്ഷസന്മാരായ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളുടെ ചില സ്വഭാവ ഗുണങ്ങൾ സൂചിപ്പിച്ചിരുന്നുവല്ലോ. ആ സ്വഭാവ ഗുണങ്ങൾ സൂചിപ്പിക്കുകയും അവർക്ക് പരലോകത്ത് ഉന്നതമായ ഭവനം അല്ലാഹു തആല സ്വർഗത്തിൽ നൽകുന്നുണ്ട് എന്ന് ഉണർത്തുകയും ചെയ്തതിനു ശേഷം വിശുദ്ധ ഖുർആനിന്റെ പൊതുവായ ഒരു ശൈലി അനുസരിച്ച് നല്ലവരെക്കുറിച്ചും അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചും പറഞ്ഞാൽ അതിന്റെ നേരെ എതിർദിശയിൽ നിൽക്കുന്ന മോശക്കാരെക്കുറിച്ച് ഉണർത്തുകയും അവർക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് താക്കീത് നൽകുകയും ചെയ്യുമല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായി കഴിഞ്ഞ സൂക്തങ്ങളിൽ സത്യവിശ്വാസികളും ബുദ്ധിരാക്ഷസന്മാരുമായിട്ടുള്ള ആളുകളുടെ സ്വഭാവ ഗുണത്തെ സംബന്ധിച്ചും അവർക്ക് ലഭിക്കുന്ന സന്തോഷകരമായ സ്വർഗത്തിന്റെ സൗഭാഗ്യങ്ങളെക്കുറിച്ചും ഉണർത്തിയതിനു ശേഷം സത്യനിഷേധികളായിട്ടുള്ള ആളുകളുടെ കരാറിന്റെ ലംഘനവും അവർ ജീവിതത്തിൽ ഉണ്ടാക്കിക്കൂട്ടുന്ന കുഴപ്പങ്ങളും ഉണർത്തുകയും അവരെ അഭിമുഖീകരിക്കാൻ പോകുന്ന ശിക്ഷകളെ അല്ലാഹു തആല ഇവിടെ അനാവരണം ചെയ്യുകയുമാണ്. അതാണ് വല്ലദീന യൻഖുദൂന അഹദല്ലാഹ്, അല്ലാഹുവിന്റെ കരാറുകളെ ലംഘിക്കുന്ന ആളുകൾ, മിൻബഅദി മീസാഖിഹി, അതിനെ അല്ലാഹു ഉറപ്പിച്ചതിനു ശേഷം, അതായത് ഇത്തരത്തിലുള്ള കരാറ് അവരുമായി അല്ലാഹു തആല ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിനാവശ്യമായിട്ടുള്ള ബുദ്ധിപരവും അതേപോലെ മറ്റു തെളിവുകളുടെ എല്ലാ സാഹചര്യങ്ങളും അല്ലാഹു തആല ഉറപ്പിച്ചു വിവരിച്ചതിനു ശേഷം അത്തരം കാര്യങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ചതിനു ശേഷവും അള്ളാഹുവിനോട് നേരത്തെ ഉണ്ടാക്കിയ കരാറുകൾക്ക് സൗകര്യപൂർവ്വം ലംഘനം കാണിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ എന്തൊക്കെ ചെയ്യുന്നു? ഒന്ന്, കരാറ് ലംഘനം നടത്തുന്നു. അതോടൊപ്പം വയഖതഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ, ചേർക്കപ്പെടാൻ അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ള ബന്ധങ്ങളെ അതവർ മുറിച്ചു കളയുകയും ചെയ്യുന്നു. കുടുംബബന്ധം ചേർക്കണമെന്ന് അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. അതേപോലെ വിശ്വസിക്കേണ്ട എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാൻ അല്ലാഹു തആല നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിക്കുന്നതിൽ നിന്ന് സൗകര്യപൂർവ്വം പുറകോട്ട് മാറാനാണ് ഈ നിഷേധികളായിട്ടുള്ള ആളുകൾ സമയം കണ്ടെത്തിയത് എന്നർത്ഥം. അതോടൊപ്പം തന്നെ യുഫ്സിദൂന ഫിൽ അർളി, അവർ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഫസാദ് ഉണ്ടാക്കുക, കുഴപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മഹാന്മാർ വിശദീകരിക്കുന്നു ബിൽ കുഫ്രി വൽ മആസി,
അവരുടെ ഭാഗത്തുനിന്ന് നിഷേധം എന്ന് പറയുന്ന ഒരു സംഗതി വരുന്നു. അത് ഏറ്റവും വലിയ കുഴപ്പമാണ്. അതായത് ഒരു മനുഷ്യനെ ഏറ്റവും നല്ല മനുഷ്യനാക്കി വളർത്താൻ സഹായകമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് എന്റെ ജീവിതം നിരീക്ഷിക്കപ്പെടുന്നുണ്ടെന്നും മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ടെന്നും ഈ ജീവിതത്തിൽ നടക്കുന്ന ഓരോ ചലന നിശ്ചലനങ്ങളും പ്രത്യേകമായി വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്നുണ്ടെന്നും ഈ ജീവിതം എനിക്ക് നൽകിയ ദാതാവായ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിനും അവന്റെ നിരീക്ഷണത്തിനും അപ്പുറത്തേക്ക് പോകാൻ എനിക്ക് അവകാശമില്ലെന്നും അധികാരമില്ലെന്നും തിരിച്ചറിയുകയും അങ്ങനെ ആ അനുഗ്രഹങ്ങളുടെ ദാതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും എന്റെ ജീവിതത്തിന്റെ ഓരോ ചെറിയ ചലനങ്ങളിൽ പോലും കൃത്യമായി പാലിച്ചു മുന്നോട്ടു പോകണം എന്ന നിർബന്ധ ബുദ്ധിയും അതിനാവശ്യമായിട്ടുള്ള ചിന്തയും കൊണ്ടു നടക്കുന്നതിനു പകരം അങ്ങനെ ഒരു അള്ളാഹുവിനെ തന്നെ അംഗീകരിക്കാൻ സാധിക്കാത്ത വിധം, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം, അല്ലെങ്കിൽ അവനെ നിഷേധിക്കാൻ യാതൊരു ഉളുപ്പുമില്ലാതെ നിർലജ്ജം അത്തരത്തിലുള്ള അപകടങ്ങൾ കാണിച്ചു കൂട്ടുന്ന ആളുകൾ ഏറ്റവും വലിയ കുഴപ്പക്കാരാണ് അവരിവിടെ എന്ന് മനസ്സിലാക്കണം. ആരുണ്ടിവിടെ ചോദിക്കാൻ എന്ന ഒരു നിലപാട് അത് വാസ്തവത്തിൽ അരക്ഷിതാവസ്ഥയിലേക്കും അരാജകത്വത്തിലേക്കും രാജ്യത്തെ തള്ളിവിടുന്ന വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന സംഗതിയാണ്. അച്ചടക്കരാഹിത്യത്തിന്റെ ആൾരൂപങ്ങളായി സമൂഹത്തിലുള്ള യുവതയും അതേപോലെ ഓരോ മെമ്പർമാരും മാറുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല, ഞാനൊന്നും ഭയപ്പെടേണ്ടതില്ല, എന്റെ ഈ ജീവിതം എനിക്ക് ആസ്വദിക്കാനുള്ളതാണ്, ആസ്വാദനത്തിന്റെ മേച്ചിൽപ്പുറങ്ങളിൽ നിന്ന് എന്നെ തടഞ്ഞു നിർത്താൻ ആരു ശ്രമിച്ചാലും അതിനുവേണ്ട ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും ആരു നൽകിയാലും ആ ഉപദേശങ്ങളെ കാറ്റിൽ പറത്തി എന്റെ ഇഷ്ടത്തിനനുസരിച്ച് സൗകര്യപൂർവ്വം പറന്നു നടക്കാനാണ് എനിക്ക് താൽപര്യം. ആ താൽപര്യത്തിന് വിലങ്ങുതടിയായി വരുന്നവരാരായാലും അവരെയൊക്കെ വെട്ടിമാറ്റി മുന്നോട്ടു പോകും എന്നു ചിന്തിക്കുന്ന അത്തരത്തിലുള്ള അങ്ങേയറ്റം അപകടകരമായ പ്രസ്താവനകൾ നടത്തുന്ന അത്തരമൊരു മനസ്ഥിതി വെച്ച് പുലർത്തുന്ന ആളുകൾ വാസ്തവത്തിൽ അവരുടെ ഈ അഴിഞ്ഞാട്ടവും അരാജകത്വ ശൈലിയും അതുപോലെ തന്നെ അധാർമിക പ്രവർത്തനങ്ങളുമൊക്കെ അവർക്കു മാത്രമല്ല അവരുൾക്കൊള്ളുന്ന സൊസൈറ്റിക്ക് തന്നെ ഒരു വല്ലാത്ത ഭീഷണി ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. നമ്മുടെ നാടുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സകലമാന അരാജകത്വത്തിന്റെ സാഹചര്യങ്ങൾ അപഗ്രഥിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. ചോദിക്കാനും പറയാനും ആളുണ്ട്. എന്റെ പ്രവർത്തനങ്ങൾ തികച്ചും ഉത്തരവാദിത്തത്തോടുകൂടെയും സിസ്റ്റമാറ്റിക്കായി മുന്നോട്ടു പോകേണ്ടതാണ്. ഒരു നിശ്ചിതമായ നിയമവലയത്തിന്റെ ഉള്ളിലാണ് ഞാൻ പ്രവർത്തിക്കേണ്ടത് എന്നു മനസ്സിലാക്കി ജീവിതം കൃത്യമായും അക്കൌണ്ടബിളാണ് എന്ന് ചിന്തിക്കുന്ന ആള്, അങ്ങനത്തെ ആളെ സംബന്ധിച്ചിടത്തോളം ഏതു അരുതായ്മയിലേക്ക് പോകുന്ന സമയത്തും അവനൊരു ചെറിയ അറപ്പുണ്ടാകും. അഥവാ വല്ലതും മനുഷ്യ സഹജമായി സംഭവിച്ചു പോയാൽ തന്നെ അങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന മനസാക്ഷിക്കുത്തിന്റെ വല്ലാത്തൊരു ശൈലി കൊണ്ട് അവൻ വീണ്ടും ആ അബദ്ധത്തിലേക്ക് ചെന്നു ചാടുന്നതിനു പകരം പറ്റിയ അബദ്ധം തിരുത്താനുള്ള പ്രവർത്തനങ്ങൾ നടത്തും. തെറ്റു പറ്റിപ്പോവില്ല എന്നല്ല, മനുഷ്യ സഹജമായി ചിലപ്പോഴൊക്കെ പറ്റിപ്പോകാം. എന്നാൽ അങ്ങനെ പറ്റിപ്പോയാൽ തന്നെ ആ പറ്റുന്ന തെറ്റ് അതൊരലങ്കാരമാക്കിക്കൊണ്ട് നടക്കുകയും അത് എന്റെ വലിയ മിടുക്കായി കാണുകയും ചെയ്യുന്ന ബുദ്ധിശൂന്യതയിലേക്ക് അവൻ അധപ്പതിക്കില്ല. മറിച്ച് എന്റെ അടുത്ത് നിന്ന് അങ്ങനെ പറ്റരുതായിരുന്നു, അങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന പശ്ചാത്താപത്തിന്റെയും മനസാക്ഷിക്കുത്തിന്റെയും ശൈലി കൂടുതൽ അങ്ങോട്ടുള്ള ഭാവി ജീവിതത്തിലേക്ക് ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ തന്റെ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള ഒരു മോട്ടിവേഷനാക്കി കൊണ്ടു നടക്കാനാണ് അവൻ പരിശ്രമിക്കുക. അതേസമയത്ത് എനിക്ക് ഞാൻ വിചാരിച്ചതൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ആർക്കും അവകാശമില്ല. എന്നെ ആരും ചോദ്യം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഏതെങ്കിലുമൊക്കെ നിയമത്തിന്റെ കടിഞ്ഞാണിട്ട് എന്നെ കൂച്ചുവിലങ്ങിടാമെന്ന ചിന്തയും ആർക്കും വേണ്ട. ഞാൻ സർവതന്ത്ര സ്വതന്ത്രനാണ്. ആരോടും എനിക്ക് കണക്കു പറയേണ്ടതില്ല. ആരുടെയും ഒരു നിർദ്ദേശവും പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനുമല്ല. എനിക്ക് എന്റെ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്ന അങ്ങേയറ്റം പ്രതിലോമകരമായ, അപകടകരമായ, പ്രകോപനപരമായ ശൈലിയുമായി നടക്കുന്ന മുഴുവൻ ആളുകളും, അതിന് ലിബറലിസം എന്ന് പേര് പറഞ്ഞാലും ശരി, മറ്റെന്തു പേര് പറഞ്ഞാലും ശരി, ആ ആളുകളെല്ലാം വാസ്തവത്തിൽ അവരുടെ വ്യക്തിജീവിതത്തിനു തന്നെയും കളങ്കമുണ്ടാക്കുന്നതോടൊപ്പം
അവർ ഉൾക്കൊള്ളുന്ന സൊസൈറ്റിയിൽ അരാജകത്വത്തിന്റെ വല്ലാത്തൊരു മലവെള്ളപ്പാച്ചിലിന് വേദിയൊരുക്കുന്നവരാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ, ചിന്താശേഷിയുള്ള മനുഷ്യൻ, അവനൊരു കുടുംബം, അതേപോലെ തന്നെ അവന്റെ പരിസരത്തുള്ള ആളുകളുമായുള്ള അവന്റെ ബന്ധം, ഇതൊക്കെ മൃഗതുല്യമായി കൂടാ അല്ലെ? ഒരു മൃഗത്തെ സംബന്ധിച്ചിടത്തോളം ആ മൃഗത്തിന് അതിന്റെ അമ്മയെ ഭോഗിക്കുന്നതിന് യാതൊരു തടസ്സമല്ല. അതേപോലെ തന്നെ കുഞ്ഞിനെ ഭോഗിക്കുന്നതിന് തടസ്സമില്ല. ഇതുപോലെ ചിന്തിക്കുന്ന ആളുകൾ മനുഷ്യന്മാരെ കൂട്ടത്തിലുണ്ടായാൽ വാസ്തവത്തിൽ മനുഷ്യകോലത്തിലുള്ള മൃഗങ്ങൾ എന്നല്ലാതെ അവരെക്കുറിച്ച് നമ്മൾ എന്തു പറയും? എന്നിട്ട് അതാണ് പുരോഗമനം, അതാണ് ഏറ്റവും വലിയ ബുദ്ധിയുള്ള ആളുകളുടെ ലക്ഷണം എന്നൊക്കെ ആരെങ്കിലുമൊക്കെ വാചകം അടിക്കുന്നുണ്ടെങ്കിൽ വിവരക്കേടിന് കയ്യും കാലും വെച്ചാൽ ഇങ്ങനെയൊക്കെ അധപ്പതിക്കാമെന്നല്ലാതെ മറ്റൊന്നും ബോധമുള്ള ഒരു മനുഷ്യൻ അതിനെക്കുറിച്ച് പറയില്ല. അപ്പൊ കൃത്യമായിട്ടും നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകേണ്ട ചില പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്. നമ്മൾ എങ്ങനെയും ജീവിക്കാൻ യോഗ്യതയുള്ളവരല്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി തുറന്നുവിടപ്പെട്ടവരല്ല. ഓരോരുത്തരുടെ ജീവിതത്തിനും ചില ചിട്ടവട്ടങ്ങളുണ്ട്, ചില ക്രമീകരണങ്ങളുണ്ട്. ആളുകൾ തമ്മിലുള്ള ബന്ധത്തിന് ചില വിശുദ്ധികൾ കാത്തുസൂക്ഷിക്കാനുണ്ട്. ആ ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന അവസ്ഥയ്ക്കു പകരം എനിക്ക് ഞാൻ തോന്നിയതൊക്കെ ചെയ്യും, ആരും എന്നെ ചോദ്യം ചെയ്യാൻ ആർക്കും പാടില്ല എന്ന് പറയുന്ന ഈ സ്വൈരവിഹാരത്തിന്റെ ശൈലി, അത് മനുഷ്യന് വല്ലാത്ത ദുരിതമാണ്. അതേപോലെ അസ്വസ്ഥതകളാണ്, അരാജകത്വമാണ് നാട്ടിൽ സമ്മാനിക്കുക എന്ന തിരിച്ചറിവ് എല്ലാ ബുദ്ധിജീവികളെന്ന് പറയുന്ന ആളുകൾക്കും ഉണ്ടാവേണ്ടതാണ് എന്നേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നൽകപ്പെട്ടിരിക്കുന്ന നിർദ്ദേശങ്ങളെ അവഗണിച്ച് മുന്നോട്ടു പോകുന്ന നിഷേധം, അതേറ്റവും വലിയ കുഫ്ർ എന്ന് പറയുന്ന സ്വഭാവം, അതേറ്റവും വലിയ ഫസാദാണ്, ഏറ്റവും വലിയ കുഴപ്പമാണ്. നാട്ടിന്റെ സമാധാനാന്തരീക്ഷം തകർക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ചാലകശക്തിയാണ്. അതോടൊപ്പം തന്നെ വൽമആസി, മറ്റു തെറ്റുകുറ്റങ്ങൾ നിർബാധം സമൂഹത്തിൽ നടക്കുക, അരാജകത്വത്തിന്റെ ശൈലിയിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണത്. അപ്പൊ അതിലേക്ക് ചെന്നു ചാടുന്നതിന് പകരം എന്റെ ജീവിതത്തിൽ അരുതായ്മകൾ വന്നുകൂടാ എന്ന് മനസ്സിലാക്കണ്ടേ? അഥവാ വല്ലതും മനുഷ്യസഹജമായി പറ്റിപ്പോയാൽ അത് തിരുത്തി മുന്നോട്ടു പോകാനുള്ള ശ്രമങ്ങൾ നടക്കണ്ടേ? അതിനു പകരം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നു. അവർ ചേർക്കപ്പെടാൻ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് കൽപ്പനയുള്ള ബന്ധങ്ങളെ അവർ അറുത്തുമാറ്റുന്നു. അങ്ങനെയുള്ള ആളുകൾ ഉലായിക ലഹുമുൽ ലഅനത്തു, അവർക്കാണ് ശാപം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന്. അതായത് പടച്ചവന്റെ യഥാർത്ഥത്തിലുള്ള കാരുണ്യത്തിൽ നിന്ന് അവർ അകറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. വലഹും സൂഉദ്ദാർ, ആ അനുഗ്രഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടതോടുകൂടി ആത്യന്തികമായ ജീവിതത്തിന് അല്ലാഹു തആല തെരഞ്ഞെടുത്തിരിക്കുന്ന പാരത്രിക ലോകത്ത് അവർക്ക് അങ്ങേയറ്റം മോശമായ ഭവനമാണ് ഉണ്ടാകുന്നത്. അതായത് പരലോകത്ത് നരകമെന്ന ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ട അവസ്ഥയാണ് അവർക്കുണ്ടാവുക. അപ്പൊ ഭൂമിയിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് അല്ലാഹു തആല ചോദിക്കുകയും ആണെന്ന് നമ്മൾ എല്ലാവരും പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ടും അതിന്റെ സ്പിരിറ്റ് മനസ്സിലാക്കിയും നമ്മുടെ ജീവിതത്തെ അതിൽ തന്നെ തളച്ചിടുന്നതാണ് ബുദ്ധി. അതിനു പകരം അത്തരം സംഗതികളൊക്കെ നിഷേധിച്ച് ഞാനാണ് ക്ഷേമൻ എന്ന് വാദിക്കുന്നത് വാസ്തവത്തിൽ ഒരു തരം അല്പന അർത്ഥം ലഭിക്കുമ്പോൾ അർദ്ധരാത്രി കൊടപിടിക്കുക എന്ന് പറഞ്ഞതുപോലത്തെ ഒരു ബുദ്ധിശൂന്യതയും അശ്ലീലവുമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ കൃത്യമായി സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വ യഖ്ദിർ, അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമാക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം അല്ലാഹു തആല കുടുസാക്കുകയും ചെയ്യും. ഈ ആയത്ത് വാസ്തവത്തിൽ ഒരു സാങ്കല്പികമായ ചോദ്യത്തിന്റെ ഉത്തരമാണ്. അതായത് ഭൂമിയിൽ ജീവിക്കുമ്പോൾ പടച്ചവന്റെ കരാറ് ലംഘിക്കുകയും അതേപോലെ ചേർക്കാൻ കൽപ്പിച്ചത് ബന്ധങ്ങൾ മുറിച്ചു കളയുകയും ഫസാദ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് പടച്ചവന്റെ ശാപമുണ്ടാകുമെന്നാണല്ലോ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ശാപം ഉണ്ടാകുമെങ്കിൽ ഈ പണിയൊക്കെ ചെയ്യുന്ന, ഈ അരുതായ്മകളൊക്കെ ചെയ്യുന്ന ആളുകൾ ഇവിടെ ഇങ്ങനെ വെച്ചടി കയറ്റാനുള്ള അവർക്ക് വലിയ പുരോഗതിയാണല്ലോ പലപ്പോഴും ലഭിക്കുന്നത്. അവർക്ക് സാമ്പത്തിക രംഗത്ത് നല്ല അഭിവൃദ്ധിയാണല്ലോ, അവരുടെ ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരങ്ങളാണല്ലോ അവർക്ക് ലഭിക്കുന്നത് എന്ന ഒരു ചോദ്യം സ്വാഭാവികമായും ആളുകളുടെ മനസ്സിൽ നിന്ന് വരാം.
എങ്കിൽ ആ വരുന്ന സാങ്കല്പിക ചോദ്യത്തിന് അല്ലാഹു തആല മറുപടി പറയുകയാണ്, അല്ലാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിച്ചാലും അവനെ നിഷേധിച്ചാലും അവൻ ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ അറുത്തുമാറ്റിയാലും ഒക്കെ ചിലപ്പോൾ ദുനിയാവിൽ ഇവിടുത്തെ ജീവിതത്തിൽ ചില സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ അവർക്ക് അനുഭവിക്കാൻ സാധിച്ചെന്നിരിക്കും. അത് അല്ലാഹു അവരെ പരിഗണിച്ചതിന്റെ രേഖയോ തെളിവോ ആയി തെറ്റിദ്ധരിക്കരുത്. ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും എന്തെങ്കിലും അനുഗ്രഹങ്ങൾ നൽകുന്നത് അത് അവരെ പരിഗണിച്ചു എന്നതിന്റെ രേഖയല്ല. മറിച്ച് ഈ ദുനിയാവ് എന്ന് പറയുന്നത്, ഈ ഭൂമി എന്ന് പറയുന്നത് അത് പരീക്ഷണത്തിന്റെ ലോകമാണ്. ഇവിടെ അല്ലാഹു നൽകുന്നതെല്ലാം വാസ്തവത്തിൽ പരീക്ഷണമാണ്. അതായത് അല്ലാഹു നമുക്ക് സന്തോഷം തന്നാലും സങ്കടം തന്നാലും ഇത് രണ്ടിലും നമ്മുടെ റിയാക്ഷൻ എന്താണ് എന്ന് അല്ലാഹു തആല നിരീക്ഷിക്കുകയാണ്. സന്തോഷം തന്നാൽ അതിന് നന്ദി രേഖപ്പെടുത്തുന്നുവെങ്കിൽ കൂടുതൽ ആത്മീയമായ പുരോഗതിയിലേക്ക് നമുക്ക് എത്താനുള്ള ഒരു കാരണമായിട്ട് അത് മാറും. അതേസമയത്ത് സന്തോഷം ലഭിച്ചപ്പോൾ അഹങ്കാരിയായി മാറിയാലോ അധപ്പതനത്തിന്റെ ആഴിയിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെടുകയും ചെയ്യും. സങ്കടം വന്നപ്പോൾ അല്ലാഹു നൽകിയതാണിതെന്ന് മനസ്സിലാക്കി സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്താൽ പ്രതിഫലത്തിന്റെ ഉന്നതമായ സോപാനങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു തആല നമുക്ക് തരും. അതേസമയത്ത് പ്രയാസങ്ങളും സങ്കടങ്ങളും വന്നപ്പോൾ എനിക്കെന്താണ് ഇങ്ങനെയൊക്കെ തരാൻ എന്ന അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണെങ്കിലോ ഈ കഷ്ടപ്പാട് സഹിക്കുകയും വേണം. പരലോകത്ത് അല്ലാഹുവിന്റെ തീരുമാനത്തെ വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ അതിനെ ഇഷ്ടപ്പെടാതിരിക്കാനോ ശ്രമിച്ചതിന്റെ പേരിൽ വിഷമം അനുഭവിക്കേണ്ടിയും വരും. അപ്പോൾ ഒരിക്കലും തന്നെ ഇവിടെ നമുക്കുണ്ടാകുന്ന സന്തോഷവും ഇവിടെ നമുക്കുണ്ടാകുന്ന സങ്കടവും രണ്ടും നമ്മളെ പരിഗണിച്ചു എന്നതിന്റെയോ അവഗണിച്ചു എന്നതിന്റെയോ രേഖയേ അല്ല. മറിച്ച് ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ തന്നെ അതിനൊരു ക്ഷണികമായ ശൈലിയാണ്, താൽക്കാലികമായ സംവിധാനമാണുള്ളത്. പക്ഷെ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ മനസ്സു പാകപ്പെട്ടിട്ടില്ലാത്ത, മനസ്സിന് വളർച്ച വന്നിട്ടില്ലാത്ത ആളുകൾ ഭൗതിക ജീവിതത്തിന്റെ പ്രൗഢിയിൽ സന്തോഷിക്കുകയാണ്. ഇതുതന്നെയാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. അതാണ് അല്ലാഹു പറയുന്നത്, അല്ലാഹു യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വയഖദിർ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉപജീവനം വിശാലമാക്കി കൊടുക്കും, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം അവൻ കുടുത്താക്കുകയും ചെയ്യും. അല്ലാഹുവിനെ തന്നെ നിഷേധിക്കുന്ന ആളുകൾക്ക് ഇവിടെ ചിലപ്പോൾ വലിയ സൗഭാഗ്യങ്ങളുണ്ടാകും. അല്ലാഹുവിന്റെ കൽപ്പനകൾ പൂർണ്ണമായി പാലിച്ച് ജീവിക്കുന്ന നല്ല മനുഷ്യന് വലിയ പരീക്ഷണങ്ങളും ചിലപ്പോൾ ഇവിടെ ഉണ്ടായെന്നിരിക്കും. വഫരിഹു ബിൽ ഹയാത്തിദ് ദുനിയാ, ഭൗതിക ജീവിതം കൊണ്ടവർ സന്തോഷിക്കുന്നു. എന്നാൽ ഒമൽ ഹയാത്തുദ് ദുനിയാ, ഭൗതിക ജീവിതമല്ല ഫിൽ ആഖിറത്തി, പരലോക ജീവിതത്തെ അപേക്ഷിച്ച് ഇല്ലാ മത്താ, ചില സുഖങ്ങളല്ലാതെ മറ്റൊന്നുമല്ല. താൽക്കാലികമായ ചില സുഖങ്ങളും സന്തോഷങ്ങളും മാത്രമാണ് ഭൗതിക ജീവിതം. അതിനൊരു അറുതിയുണ്ട്, അതിനൊരു അവസാനമുണ്ട്, ഒരു എൻഡുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പാരത്രിക ജീവിതം സ്റ്റാർട്ട് ചെയ്യപ്പെടും. ഈ ദുനിയാവിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറഞ്ഞാൽ അത് സന്തോഷമായാലും ദുഃഖത്തിലും അതിന് സ്ഥായി ഭാവമില്ല, അതിന് സ്ഥിര സ്വഭാവമില്ല എന്നതാണ്. അത് തീരും, അവസാനിക്കും. എന്നാൽ പാരത്രിക ജീവിതത്തിന് സ്ഥിരതയുടെ ശൈലിയാണുള്ളത്, അനന്തമായ ഒരു സ്വഭാവമാണ് അതിനുള്ളത്. അപ്പൊ സ്ഥായി ഭാവമുള്ള പരലോക ജീവിതം സുഖകരമാക്കാനുള്ള അധ്വാനവും ശ്രദ്ധയുമാണ് വാസ്തവത്തിൽ ബുദ്ധിയുള്ള മനുഷ്യനിൽ നിന്നുണ്ടാകേണ്ടത്. അതിനു പകരം ഭൗതിക ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷം ഉണ്ടാകുമ്പോൾ എനിക്ക് ഇവിടെ പരിഗണന കിട്ടിയിരിക്കുന്നു, അത് എന്നെ മിടുക്കൊണ്ടും പവറുകൊണ്ടും കിട്ടിയതാണ് എന്നൊരാൾ ധരിച്ചു വെച്ചാൽ അവനാണ് ഏറ്റവും വലിയ മണ്ട ശിരോമണി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് ചുരുക്കം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിന്, ഭൗതിക ജീവിതത്തിന് മൊത്തം ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും അല്ലാഹു തആല നൽകിയിട്ടില്ല എന്നാണല്ലേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മാത്രവുമല്ല, ഇവിടെ എത്ര തന്നെ സുഖങ്ങൾ നമ്മൾ അനുഭവിച്ചാലും, എത്ര തന്നെ സന്തോഷങ്ങൾ നമ്മൾ അനുഭവിച്ചാലും, ആ സന്തോഷങ്ങൾക്കു ശേഷം ഒരു ചെറിയ വിഷമം വന്നാൽ അനുഭവിച്ച സന്തോഷങ്ങളെല്ലാം അതോടുകൂടെ അലിഞ്ഞില്ലാതായില്ലേ? പിന്നീട് ഈ ദുഃഖത്തിന്റെ പേരിൽ തന്നെയുള്ള വിഷമത്തിലേക്ക് നമ്മൾ വഴിമാറില്ലേ? ഇതൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇനി വലിയ ദുഃഖം അനുഭവിച്ചു, ചെറിയൊരു സന്തോഷം വന്നാലോ? അപ്പോൾ ആ ദുഃഖങ്ങളെല്ലാം വിസ്മൃതിയിലായി പോകുന്നില്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ അനുഭവിക്കുന്നതിനൊന്നും സ്ഥായീഭാവമില്ല എന്ന തിരിച്ചറിവിന് ബുദ്ധിയുള്ളവനത് വേദിയൊരുക്കപ്പെടേണ്ടതാണ്. ഹദീസിൽ നമുക്ക് കാണാം, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പരലോകത്ത് ദുനിയാവിൽ ഏറ്റവും വലിയ സന്തോഷം അനുഭവിച്ചിരുന്ന മനുഷ്യരെ കൊണ്ടുവന്ന്
നരകത്തിന്റേതായിട്ടുള്ള ശിക്ഷയുടെ ഒരു ചെറിയ സാമ്പിൾ വെടിക്കെട്ട് അവൻ അനുഭവിപ്പിച്ചതിന് ശേഷം നീ വല്ല സന്തോഷവും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ഹൽ റഅയ്ത ഖൈറൻ ഖത്തു ഹൽ മർറ ബിക നഈമുൻ ഖത്തു, നിനക്ക് വല്ല നന്മയും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ നിന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ വല്ല നന്മയുടെ അടുത്തുകൂടെ നീ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ദുനിയാവിൽ ജീവിച്ച കാലം മുഴുവനും അടിച്ചു പൊളിച്ച് ജീവിച്ച ലൈഫ് എൻജോയ് ചെയ്ത ആ വൃത്തികെട്ടവൻ നരകത്തിന്റെ ശിക്ഷയുടെ ചെറിയൊരു കാറ്റേറ്റു നിൽക്കുന്ന സമയത്ത് തന്നെ അവനോട് നിനക്ക് ജീവിതത്തിൽ വല്ല സന്തോഷം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവന്റെ മറുപടി ലാ വല്ലാഹി യാ റബ്ബ്, പടച്ചോനെ എനിക്ക് യാതൊരു അനുഗ്രഹവും ഒരു സന്തോഷവും ലഭിച്ചിട്ടില്ല. ആണോ? ജീവിച്ച കാലം മുഴുവനും സുഖിച്ച് ജീവിച്ച മനുഷ്യന് നരകത്തിന്റെ ശിക്ഷയുടെ ചെറിയൊരു പോറലേൽക്കുമ്പോഴേക്ക് ആ സുഖങ്ങളെല്ലാം മറന്നുപോയി. അതേസമയത്ത് നരകത്തിന്റെ ശിക്ഷ ഇനി കാലാകാലം അനുഭവിക്കേണ്ടി വരികയാണ്. അതേസമയം ദുനിയാവിൽ ജീവിച്ചപ്പോ കഷ്ടപ്പാടും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും മാത്രമായിരുന്നു. കണ്ണീര് തോർന്ന നേരമുണ്ടായിരുന്നില്ല. കഷ്ടപ്പാടുകൾ അവസാനിച്ച് സ്വസ്ഥമായി ഒരു മിനിറ്റ് ജീവിക്കാൻ അവസരമുണ്ടായിട്ടില്ല. ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ അനുഭവിച്ചപ്പോഴും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച മനുഷ്യൻ പരലോകത്ത് സ്വർഗത്തിന്റെ സുഖങ്ങളാണ് അവൻ അള്ളാഹു ഒരുക്കി വെച്ചതെങ്കിൽ ആ സ്വർഗത്തിന്റെ സുഖത്തിന്റെ ഒരു ചെറിയ അംശം അവൻ അനുഭവിപ്പിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് അവനോടും ചോദ്യം വരുന്നു, ഓ മനുഷ്യ, ഹൽ റഅയ്ത ബുഅ്സൻ ഖത്തു, നീ വല്ല വിഷമവും അനുഭവിച്ചിരുന്നോ കണ്ടിരുന്നോ എന്ന് ചോദിച്ചാൽ, ജീവിച്ച കാലം മുഴുവനും കണ്ണീര് തോരാതെ കഷ്ടപ്പെട്ട മനുഷ്യൻ അവൻ പറയും, ഇല്ല പടച്ചോനെ, ഒരു വിഷമവും ഞാൻ അനുഭവിച്ചിട്ടില്ല. അതായത് ഭൂമിയിൽ അനുഭവിച്ച എല്ലാ വിഷമവും അവൻ വിസ്മരിച്ചു, അവൻ മറന്നു. സ്വർഗത്തിന്റെ സുഖത്തിലേക്ക് അവനെത്തി. ഇനി ആ സുഖം അനന്തമായി മുന്നോട്ട് പോകും. നേരത്തെ നരകത്തിലെത്തിയവന്റെ ദുഃഖവും അനന്തമായി മുന്നോട്ട് പോകും. അതുകൊണ്ട് പരലോകത്തെ അനന്തമായ ദുഃഖത്തിലേക്ക് നമ്മളെ എത്താതിരിക്കാനുള്ള ചിന്തയും ശ്രദ്ധയുമാണ് മനുഷ്യന് ആവശ്യമുള്ളത് എന്നാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദുനിയാവിൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടായാലും സൗഭാഗ്യങ്ങൾ ഉണ്ടായാലും ദുരിതങ്ങൾ ഉണ്ടായാലും ഇതൊന്നും അള്ളാഹു നമ്മളെ പരിഗണിച്ചു എന്നതിന്റെയോ അവഗണിച്ചു എന്നതിന്റെയോ രേഖയല്ല. മറിച്ച് അള്ളാഹു പരിഗണിച്ചവർ പരലോകത്ത് വിജയം വരിക്കുന്നവരാണ്. അള്ളാഹു അവഗണിച്ചവർ പരലോകത്ത് പരാജയം ഏൽക്കേണ്ടി വരുന്നവരാണ്. അതുകൊണ്ട് നമ്മളുടെ ശ്രദ്ധയും ചിന്തയും ഉണ്ടാകേണ്ടത് പരലോകത്ത് ഞാൻ അവഗണിക്കപ്പെടരുത്. ആ പരലോകത്ത് അവഗണിക്കപ്പെടാതിരിക്കാൻ പക്ഷേ എന്റെ ഭൂമിയിലെ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. തെറ്റുകൾക്കെതിരെ നമ്മൾ ശ്രദ്ധ പാലിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.